മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. ഈ വഴിയൊന്നും കാണാറില്ലല്ലോ. ഈ ജോലിയും തിരക്കൊക്കെ കാരണം ഇപ്പോൾ ഇറങ്ങാൻ പറ്റാറില്ല. ഇന്ന് എന്ത് പറ്റി? ഇന്നിവിടെ ഒരാൾ വരും. അതാരാ? ഒരു ആക്സിഡൻറ്റ് കേസാ. ഓഹോ. 1 മാസം മുമ്പ് പരിചയപ്പെട്ടതാ. വലിയ കഥയാ, പറയാം. ഉം. അന്നൊരു സെക്കൻഡ് ഷോ കഴിഞ്ഞ് ഞാനും ഫ്രണ്ട്സും വരായിരുന്നു. പടം കൊള്ളാല്ലേ? ലാലേട്ടൻ തകർത്തുല്ലേ? വേഗം പാടാം. വണ്ടി എടുക്കടാ. അപ്പം ശരി, രാവിലെ നേരത്തെ പോകേണ്ടതാ. ഓരോരുത്തന്മാർ കണ്ണു നോക്കിലാണ്ട് വണ്ടി ഓടിച്ചു നടന്നു. Hey, bro. എന്താ ചെയ്യപ്പോ? വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ. ചേട്ടാ 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 നിർത്തോ പ്ലീസ്. സ്റ്റോപ്പ് സ്റ്റോപ്പ് ചേട്ടാ. എന്ത് മനുഷ്യനവനൊക്കെ. ചേട്ടാ ചേട്ടാ സ്റ്റോപ്പ് സ്റ്റോപ്പ് പ്ലീസ് 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 ചേട്ടാ. ചേട്ടാ ഒരു ആക്സിഡന്റ് കേസാ, കുറച്ച് ക്രിട്ടിക്കലാ. ഒന്ന് ഹോസ്പിറ്റലിൽ വരെ വരും. ഭയങ്കര ഭയങ്കര. ഇവിടെ 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 പ്ലീസ് വേഗം വേഗം വാ ചേട്ടാ. ഞാൻ ഡോർ തുറക്കാം. വേഗം വേഗം. എന്നിട്ട് എന്താ, കറക്റ്റ് ടൈമിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് ആൾ രക്ഷപ്പെട്ടു. കുറച്ച് ക്രിട്ടിക്കലായിരുന്നു, ICUലൊക്കെ ആയിരുന്നു. ഭാഗ്യത്തിന് എൻ്റെ ആളുടെയും സെയിം ബ്ലഡ് ഗ്രൂപ്പായിരുന്നു. അതുകൊണ്ട് അധികം ഓടേണ്ടിയൊന്നും വന്നില്ല. താങ്ക് ഗോഡ്. ആളൊക്കെ ആയോ? ആ, അന്ന് നൈറ്റ് എനിക്ക് ആളെ പിടികിട്ടിയില്ല. പിറ്റേ ദിവസമാണ് കണ്ടപ്പോൾ മനസ്സിലായത് ആളെ എൻ്റെ ഒരു സീനിയർ ആയിരുന്നു. എവിടെ? കോളേജിലോ? ആ, അത് തന്നെ. കോളേജ് ടൈമിൽ എന്നെ റാഗ് ചെയ്ത് കൊന്നിട്ടില്ലെന്നേ ഉള്ളൂ. അന്ന് അതൊക്കെ പറഞ്ഞ പുള്ളി ആകെ സെൻറ്റിമെൻ്റലായി. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോള് വന്നു. ഹലോ, ആ ജിബിൻ പറയടാ, എങ്ങനെയുണ്ട് ഇപ്പോൾ? എല്ലാം ഓക്കേടാ. ഓ താങ്ക് ഗോഡ്, സന്തോഷം. എടാ നീ ഫ്രീ ആണെങ്കിൽ പറ്റിയ വീട്ടിലോട്ടൊന്നു വാ. യാ ഷുവർടാ, വരാം. ഓക്കേടാ, ബാക്കി വിശേഷം നേരിട്ട് കാണുമ്പോൾ പറയാം. ഓക്കെ.
ആഹാ ലൂവിസോ, വാ മോനെ, ഇരിക്കി. പെയിന്റിംഗ് പണിയൊക്കെ നടക്കുന്ന പോലെ ഉണ്ടല്ലോ. കല്യാണമല്ലേ, വിശേഷങ്ങളൊക്കെ അവൻ പറയും. എന്നിട്ട് അവനവിടെ? പുറകിലുണ്ട്, ഞാൻ വിളിക്കാം. ആ വേണ്ട ആൻറ്റി, ഞാൻ വിളിച്ചോളാം. ആ ലൂയിസ് വരുന്നുണ്ട്. ഞാൻ വിളിക്കാം. ഉഡ്ബിയ മാരേജിന് ചെയ്ത് ഡ്രസ്സ് ഇട്ടിരുന്നു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? എന്തിട്ടാലെന്ത്, ജീവൻ തിരിച്ചിട്ട് തന്നെ വലിയ ഭാഗ്യം. താങ്ക്സ് മച്ചി. ഒന്ന് പോടാപ്പാ, അവൻ്റെ ഒരു ഫോർമാലിറ്റി. വേറെ എന്തൊക്കെയുണ്ട്? നെക്സ്റ്റ് സൺഡേ എൻ്റെ ബർത്ത്ഡേയാ. നിനക്കാണെങ്കിൽ ഞാനൊരു ട്രീറ്റ് ചെയ്യാനെന്ന് വിചാരിച്ചിരിക്കുന്നു. പബ്ബോ ഡ്രിങ്ക്സോ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, നമുക്ക് പൊളിക്കാം. നെക്സ്റ്റ് സൺഡേ. ഓക്കെ, നീ എനിക്ക് തരുന്ന ട്രീറ്റ് അല്ലേ? അതെ. അപ്പം ഞാൻ പ്ലാൻ ചെയ്യും. ഉം. ഒരു അടിപൊളി സ്ഥലമുണ്ട്, ഓ നീ ജന്മത്ത് മറക്കില്ല. എന്തായാലും നിനക്ക് ബോധിച്ചാൽ മതി. എന്തായാലും കല്യാണത്തിന് മുമ്പ് ഒന്ന് അടിച്ചു പൊളിക്കണം. ആട്ടെ, ഏതാ സ്ഥലം? അതൊക്കെ ഉണ്ട്, സസ്പെൻസാ. ഓഹോ, സസ്പെൻസോ? ഇതാണ് സസ്പെൻസ്. ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞേക്കുന്നത് ഞാൻ അവൻ്റെ അടുത്ത്. ഓ ഹലോ, ആ എത്തിയോടാ? ആ അത് തന്നെ, നീ ഇങ്ങോട്ട് കയറുക. ഓക്കെ, അവനിപ്പോൾ വരും. അളിയാ പോണ്ടേ? എങ്ങോട്ട്? ഇന്നലെ എൻ്റെ ബർത്ത്ഡേ, നമ്മ പറഞ്ഞ ചെലവ്. എടാ, ഈ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, അതാണ് ഇന്ന് നിന്റെ ചിലവ്. നീ എനിക്ക് വേണ്ടി ചിലവഴിക്കാൻ വെച്ച പൈസ ഉണ്ടല്ലോ, അത് നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു, അത്രയേ ഉള്ളൂ. എടാ, നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ മതി മറ്റുള്ളവരുടെ ലൈഫിൽ വലിയ കാര്യങ്ങളായിട്ട് മാറും. സ്നേഹം കൊതിക്കുന്ന കുരു